അപ്പോൾ എന്നെക്കുറിച്ച് തുടങ്ങുകയാണ്. എൻ്റെ പേരറിയാമല്ലോ, സൗമ്യ എന്നാണ് എൻ്റെ പേര്. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ചെറിയൊരു ഗ്രാമം എന്ന് തന്നെ പറയാം. നമ്മൾ കഥയിലേക്ക് പറയുന്നത് പോലെ തന്നെ ചെറിയൊരു ഗ്രാമമാണ്. എങ്ങനെ പറഞ്ഞാലും നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഹൈവേയിലെത്തും. അതാണ് ഞങ്ങളുടെ വീടും ഹൈവേയുമായിട്ടുള്ള കണക്ഷൻ. അപ്പം സാധാരണ എല്ലാവരും കുഞ്ഞു നാളിൽ പോകുന്നത് പോലെ ഞങ്ങൾക്ക് ആശാൻ കളരി ഉണ്ടായിരുന്നു. അപ്പം തലമുറകളായിട്ട് പഠിപ്പിച്ചു തരികയാണ് അച്ഛൻ്റെ ഫാമിലിയിലെ ഓരോ ആളുകളും. അപ്പം ആശാന്മാർ അപ്പം നമുക്ക് പണ്ട് കാലത്ത് കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്ന ഒരു ഇതാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ്. അപ്പം അങ്ങനെയുള്ള അംഗീകാരമുള്ളതായിരുന്നു. നമുക്കതിന് പെൻഷനൊക്കെ കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറി അംഗൻവാടികൾ വന്നപ്പോൾ ആ ഒരു സിസ്റ്റമൊക്കെ മാറി. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ അന്ന് പഠിപ്പിച്ച ആളുകളൊക്കെ ഒരു പ്രത്യേക ഇങ്ങനെ ഒരു സ്ഥാനം നൽകിയിരുന്ന. അപ്പം അന്ന് അവിടെയൊക്കെ പഠിച്ചവരൊക്കെ ഇപ്പം നല്ല നല്ല പ്രായമുള്ളവരാണ്. അപ്പം എൻ്റെ അപ്പച്ചിമാർ 2 പേരും അവിടെ ആശാട്ടിമാരായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ചൊക്കെ റോഡിൽ നടന്നു പോകുമ്പം അപ്പച്ചിമാരൊക്കെ അന്ന് കുഞ്ഞിലെ പഠിപ്പിച്ച ആളുകളൊക്കെ ഭയങ്കര കാര്യമായിട്ട് വന്ന് സ്നേഹത്തോടെ ആശാട്ടി എന്ന് വിളിച്ച് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ കയറിയതാണ് എന്താണ് പഠിപ്പിക്കുക എന്നുള്ളത്. ഞാനിത് ഒരു വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഷിത്തണ്ടെന്ന് പറയുന്നതിൽ. അപ്പം അങ്ങനെ ആ ഒരു ഇത് മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിമാർ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ. അപ്പം ഞങ്ങൾ എൻ്റെ അച്ഛന് 2 ചേട്ടന്മാരുണ്ട്, 2 അനിയത്തിമാരുണ്ട്. അങ്ങനെയാണ് ഫാമിലി. അപ്പം ചേട്ടന്മാർക്കും 2 പേർക്കും ഓരോ പെൺകുട്ടികൾ, എൻ്റെ ചേച്ചിമാർ. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞാനൊരു പെൺകുട്ടി, 3 പെൺകുട്ടികളും ബാക്കി 5 ആൺപിള്ളേരുമാണ് ഉള്ളത്. അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളും ഞങ്ങളുടെ കുടുംബവും ചേർത്ത് അങ്ങനെ ഞങ്ങൾ പറയാറുള്ളൂ. 5 ആങ്ങളമാർ 3 പെൺപിള്ളേർ എന്നാണ് പറയാറുള്ളത്. എല്ലാവരെയും ഞാൻ 3 പേരെയും അമ്മമാരെന്നാണ് വിളിക്കുക. അച്ഛൻ എന്നുള്ളതിന് അച്ചാച്ചൻ എന്നാണ് പറയുന്നത്. 3 പേരെ അങ്ങനെയാണ് വിളിക്കാറ്. അങ്ങനെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ അങ്ങനൊരു ഇത് പറയാറില്ല. ഇങ്ങനെ ആരോടെങ്കിലും പറയുമ്പോഴെന്നല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അകന്ന ബന്ധം ഒരു ഫീലാവത്തില്ല. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കത് അകന്നതായിട്ട് തന്നെയാണ് പറയുന്നത്, ബന്ധു എന്നൊന്നും ഈ രീതിയിലാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ അടുപ്പത്തിൽ തന്നെയാണ്. ഒരുപാട് ദൂരത്തിലൊന്നുമല്ല ഈ 3 വീടുകളും. അപ്പം അന്ന് തൊട്ടേ അങ്ങനെ കുട്ടികൾ പഠിത്തം എന്നുള്ള ഒരു ബന്ധത്തിലാണ് നിന്നത്. കുഞ്ഞിലെയൊക്കെ ഞാൻ അത്യാവശ്യം പഠിക്കാൻ വളരെ മോശമായിരുന്നു. വളരെ മോശമെന്ന് വെച്ചാൽ നന്നായിട്ട് മോശമായിരുന്നു. അതാണ് ഞാൻ എപ്പോഴും എവിടെയും ഞാൻ എന്ത് പഠിപ്പിച്ചാലും പറഞ്ഞാലും രക്ഷിതാക്കളോട് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് അടിത്തറ നന്നായാൽ മാത്രമേ നമ്മൾ വെക്കുന്ന ബിൽഡിങ്ങിന് നല്ല സ്ട്രോങ് ആവുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെയാണ് പഠിത്തത്തിൻ്റെ കാര്യത്തിലും. നന്നായിട്ട് ആദ്യത്തെ പാഠങ്ങൾ, അത് ഏത് വിഷയമായാലും അത് അക്ഷരമാല ഫസ്റ്റ് നന്നായിട്ട് പഠിക്കണം എന്ന് പറയും. അത് കണക്കിൻ്റെ ആണെങ്കിൽ പട്ടികകൾ നല്ലപോലെ പഠിക്കണമെന്ന് പറയും. കാരണം അതൊക്കെ അടിസ്ഥാനമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ തോന്നുകയുള്ളൂ നന്നായിട്ട്. അങ്ങനെ പഠിക്കാത്തവർക്കാണ് പല വിഷയത്തിനോടും താല്പര്യക്കുറവും പഠനത്തോട് മൊത്തത്തിൽ താല്പര്യക്കുറവും തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അങ്ങനെയല്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇളയ ആൾക്കാരാകുമ്പോഴത്തേക്കും കുറച്ചൊരു സ്നേഹവും വാത്സല്യം എല്ലാവർക്കും കൂടുതലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അന്നത്തെ കാലത്ത് തന്നെ വിദേശത്തായിരുന്നു. അപ്പം ഞാൻ ഇന്നും ഇപ്പം എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് 13 വർഷം. അപ്പം ലെറ്റേഴ്സൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരപ്പച്ചി കേരളത്തിന് വെളിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന ലെറ്റേഴ്സ്, പിന്നെ അണ്ണന്മാർ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ അയക്കുന്ന ലെറ്റേഴ്സ്, അപ്പോൾ എല്ലാം അച്ചാച്ചൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനതെല്ലാം എടുത്ത് വെച്ച് ഒന്നുകൂടെ നോക്കി. കാരണം ഞങ്ങളെക്കൊണ്ട് വായിപ്പിക്കുന്ന ലെറ്റേഴ്സാണ് അതൊക്കെ. അച്ഛൻ വായിച്ചിട്ട് ഞങ്ങളെ 2 പേരും വിളിക്കും. എന്നിട്ട് ഞങ്ങളെക്കൊണ്ട് വായിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? അതിൽ തെറ്റെന്തൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എണ്ണാനായിട്ട് പൈസ തന്നിട്ട് എണ്ണിപ്പിക്കുമായിരുന്നു. അന്നൊക്കെ എനിക്ക് വിളക്ക് കത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. തീപ്പെട്ടി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒരാളല്ലേ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതൊക്കെ മാറ്റിയതൊക്കെ എൻ്റെ അച്ഛനാണ്. നിർബന്ധിച്ച് ആ പേടി മാറ്റിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, കൈ കഴുകിയിട്ട് വന്നാൽ തോർത്തിൽ കൈ തുടയ്ക്കണം, ഇച്ചിരി ചിട്ടയൊക്കെ ഉണ്ട്. പിന്നെ ആഹാരം വിളമ്പുന്ന സമയത്ത് ആദ്യം വെള്ളം കൊണ്ടുവയ്ക്കണം, വേസ്റ്റ് പാത്രം മസ്റ്റായിട്ട് കൊണ്ടുവയ്ക്കണം. അതൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ കുറേ വഴക്ക് കേട്ടിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഇതാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് വളർത്തുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ അത്യാവശ്യം സാധിച്ചു തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ നല്ല ഒരു ബിസിനസ്സായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പക്ഷെ അന്ന് ആ ബിസിനസ് ഇന്ന് നിലവിലില്ല. അതിൻ്റെ വേറെ കുറേ ഫോംസൊക്കെയാണ് ഇന്നും ഉള്ളത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കുഞ്ഞിലെ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ അടുത്ത് തന്നെ സ്കൂളുണ്ട്, അവിടെ പോവും, നടന്ന് പോവും, വരും, ഉച്ചയ്ക്കൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവും. അതൊക്കെ ഞങ്ങൾ ഇതൊക്കെ വീഡിയോസിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ചേച്ചിമാരൊക്കെ പഠിപ്പിച്ചൊക്കെ തരും, കൂട്ടുകാരൊക്കെ ഉണ്ട്. അന്നും എനിക്ക് അധികം ഞാൻ ആരെയും അങ്ങനെ അടുപ്പിക്കുന്ന വെച്ചാൽ കൂട്ടുണ്ടെങ്കിലും ചിലരെ എനിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ചിലരുടെ രീതികൾ കാണുമ്പോൾ അവരോട് എനിക്ക് ഒരു മനസ്സുകൊണ്ടൊരു അടുപ്പം തോന്നില്ല. അതുകൊണ്ട് എനിക്കധികം കൂട്ടുകാരോടും താല്പര്യമില്ല. എനിക്ക് തോന്നുകയാണ് അവർ ശരിയല്ലെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളതൊക്കെ ഇതുവരെ സത്യമായിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം ആരോടും അങ്ങനെ കൂടുതൽ അടുക്കില്ല. എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ലെന്ന് തോന്നിയാൽ അവരുടെ കൂടെ എന്തിനും ഞാൻ കാണും. ആ ഒരു മനസ്സായിരുന്നു എൻ്റെ. അങ്ങനെ ഉള്ള കുട്ടിക്കാലമായിരുന്നു. അനിയൻ നന്നായിട്ട് പഠിക്കും. അപ്പം ലെറ്റേഴ്സൊക്കെ വരുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അനിയനെക്കുറിച്ച് പറയും, കുഞ്ഞ് നല്ലപോലെ പഠിക്കുമല്ലോ, എൻ്റെ കാര്യത്തിലാണ് എല്ലാവർക്കും പേടി, ഞാൻ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ്. എന്തായാലും തോറ്റില്ല, എല്ലാം ഇങ്ങനെ തോക്കാതെ പഠിച്ചു 10ലെത്തിയപ്പം പണ്ടത്തെ 10ാം ക്ലാസ്സല്ലേ, അപ്പം എല്ലാവർക്കും പേടിയാണ് ഞാൻ ജയിക്കുമോ. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഒരു കാര്യം കൂടെ എനിക്കിതിൽ കൂടെ പറയാമെന്ന് വെച്ചാൽ, മിക്കവരും കുഞ്ഞിലെയൊക്കെ പഠിക്കാത്തവർ അവർക്കൊരു അറിവായി വരുന്നതിനനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള താല്പര്യം തോന്നും. പക്ഷേ കുഞ്ഞിലെ പഠിക്കുന്നവരെന്ത് ചെയ്യുന്നില്ല, അറിവാകും തോറും അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കുറവെന്ന് തോന്നും. എൻ്റെ അനിയൻ്റെ കാര്യത്തിൽ അതായിരുന്നു. ആ ഒരു രീതിയാണ് അവൻ. പക്ഷേ നല്ല കണക്ക് നന്നായിട്ട് അറിയാവുന്നവനായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കണക്കറിയാവുന്നവരെവിടെയായാലും രക്ഷപ്പെടുമെന്ന്. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഇതുവരെ തെറ്റിയിട്ടുമില്ല. എല്ലാവരും കണക്കറിയാവുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം കണക്ക് ഇത്തിരി എല്ലാവർക്കും പ്രശ്നം തോന്നുന്നതാണ്. അത് നമ്മൾ കുഞ്ഞിൽ പഠിക്കുന്നതിൻ്റെ ഇത് വെച്ചിട്ടാണ്. അപ്പം കണക്ക് പഠിച്ചവർ ബാക്കിയുള്ളവർ എന്തായാലും പഠിക്കും, ഉറപ്പ് കാര്യമാണ്. ആ ഒരു ഇതിലാണ് ഞാൻ പറയാം. ഞാൻ മിക്കവാറും കുട്ടികളൊക്കെ കാണുമ്പോൾ ഏത് വിഷയമാണ് ഇഷ്ടമെന്ന് ചോദിക്കും. അപ്പോൾ അവർ കണക്കാണെങ്കിൽ എന്ന് പറയാൻ ഞാൻ പറയും, ഓക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരുമല്ലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 10ാം ക്ലാസ്സൊക്കെ എത്തി. അപ്പോൾ സ്കൂളിൽ ട്യൂഷൻ സെൻ്ററിലൊക്കെ പോവും. അപ്പം ആ ഒരു ടൈമിലൊക്കെ വീട്ടിൽ ബന്ധുക്കളുടെയൊക്കെ കല്യാണവും വിശേഷങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ പോകത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ട്യൂഷൻ സെൻ്ററിൽ എല്ലാ ദിവസവും ക്ലാസ്സാണ്. ഇപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7:30 തൊട്ട് ഉച്ച വരെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞും കാണും. അങ്ങനെ റെസ്റ്റേ ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു 10ൽ. ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഫംഗ്ഷൻ വന്നാൽ കുട്ടികളെ രക്ഷിതാക്കൾ പറയും, അതിന് ഫംഗ്ഷന് വയ്ക്കുമോ, പഠിത്തം പിന്നത്തേക്ക് എന്ന് പറയുന്ന രക്ഷിതാക്കളുള്ള കാലഘട്ടമാണിത്. എല്ലാവരും ഒന്നല്ല, എന്നാലും ഉണ്ട്. കാരണം പിന്നീട് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ട്യൂഷൻ സെൻ്ററിലേക്ക് പോയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരുപാട് ലീവ് എടുക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ആ കാലഘട്ടം മാറിയപ്പോൾ ആളുകളുടെ മനസ്സും മാറി. അങ്ങനെ 10ലായി. അപ്പോൾ അച്ചാച്ചൻ PT-ക്കൊക്കെ വരും. അപ്പം ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചറിന് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം. എന്താണെന്നറിയത്തില്ല, ഒരു ക്ലാസ്സൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര സന്തോഷം. പക്ഷെ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ക്ലാസ്സൊന്നും കിട്ടിയില്ല. അതിന് ഇത്തിരി മാർക്കിന് വ്യത്യാസം വന്നു. അതുകൊണ്ട് എൻ്റെ ക്ലാസ് അവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പം
ഈ ഇതൊരു തമാശയാണ്. അത് പക്ഷെ പറഞ്ഞ നാളെ ആർക്കെങ്കിലും ഒരു വിഷമമാവുമെന്നുള്ളത് ഞാൻ പറയുന്നില്ലെന്ന് ചോദിക്കാം. വേറൊരാൾക്ക് എന്നെക്കുറിച്ച് ഈ ഒരു കമൻറ്റ് പറഞ്ഞത് മറ്റൊരാൾ കേട്ടിട്ട് അവർക്ക് നീ ഇവളെങ്ങാനും ക്ലാസ് മേടിക്കൂ, എൻ്റെ കൊച്ചിന് ക്ലാസ് ഇല്ലാതാകുമോ, ഇങ്ങനൊരു സംശയം തോന്നിയിട്ടുണ്ട് എന്ന് എൻ്റെ അച്ഛനൊന്ന് പറയുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ക്ലാസ് കിട്ടിയിട്ടില്ല. പൊതുവെ അവർക്ക് അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അന്ന് +2 ആണ്. അപ്പം ഞാൻ +2 പഠിക്കുമ്പോൾ അനിയൻ 10ലാണ്. അപ്പം ഭയങ്കര ഈ ചെറുക്കൻ എന്തൊക്കെന്നറിയാം, വീട്ടിൽ വന്ന് പഠിക്കത്തേയില്ല. അവൻ വലിയൊരു ബെറ്റ് വെക്കുന്ന പോലുള്ള ഒരു ഇത് വെച്ചു. എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് സൈക്കിൾ വേണം. ഷടാ, അതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കി അവൻ വെച്ചു. അവനല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കൊനഷ്ടനൊക്കെ മിടുക്കനാണ് ചില സമയത്ത്. അപ്പം അങ്ങനെ വെച്ചിട്ട് പിന്നെ അമ്മാവനോട് പറഞ്ഞ്, അമ്മയുടെ ആങ്ങളയോട് പറഞ്ഞ് അങ്ങനെ സൈക്കിൾ വന്നു. കറക്റ്റ് അവൻ 1 മാർക്ക് കൂടുതൽ വാങ്ങി എന്നാണ് തോന്നുന്നത്. അത്രയേ വാങ്ങിച്ചുള്ളൂ, കറക്റ്റ് ഫസ്റ്റ് ക്ലാസ്. അപ്പം എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാനിങ്ങനെ എന്താ പറയുക, ആമ്പലും വെള്ളം എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പോവുകയാണ് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിൽ. എനിക്ക് അന്ന് ഒരുപാട് ഇഷ്ടമുള്ള വിഷയമായിരുന്നു പൊളിറ്റിക്സ്. അപ്പം ഞങ്ങൾക്ക് കാല് വയ്യാത്ത ഒരു പട്ടാളക്കാരനായിരുന്നു സാറാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിരിക്കുന്നതെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും എനിക്ക് ബാക്കിൽ ഇരിക്കാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ എത്രയാണോ ബെഞ്ചും ഡെസ്കും ഉള്ളത് അതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിലിരിക്കാനാണ്. അത് ഒരു മൂല ചേർത്താണെങ്കിൽ സന്തോഷം, അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റുണ്ട്, എവിടെ ഇരുന്നാലും പഠിക്കേണ്ടവർ പഠിക്കും. അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം സാറിനും അറിയാം എനിക്കിഷ്ടമുള്ള വിഷയം എന്ത് ചോദിച്ചാലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ സാറിൻ്റെ മുഖത്ത് എന്നോട് ചോദിക്കും. പക്ഷെ സാറിനറിയാമെന്ന് എന്നോട് ചോദിക്കത്തില്ല. പിന്നെ ആരോട് എന്തെങ്കിലും സംശയം എന്തുവാ ഇങ്ങനെ ചോദിക്കാനെടുത്ത് അപ്പം ഞാൻ എണ്ണിച്ചെന്ന് ഉത്തരം പറയും. അതെന്തോ എനിക്ക് ആ വിഷയം ഭയങ്കര ഇഷ്ടമായിരുന്നു, പൊളിറ്റിക്സ്. അപ്പം എൻ്റെ വീട്ടിലമ്മ എന്നെ പറയും, നിൻ്റെ ഈ നാക്കുകൂടൊക്കെ ചേർക്കുമ്പോൾ ഒരു LLB എടുക്കാൻ ഉള്ള ഇതുണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ എനിക്ക് അന്നൊന്നും ആ ഒരു ഇതിൽ എനിക്കത് പറ്റില്ല എന്നൊക്കെ, എനിക്ക് ചില വിഷയങ്ങളും ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നും. അതെന്നെ കൊണ്ട് പറ്റില്ല. അപ്പം പിന്നെ ഞാൻ എന്തിനു വേണ്ടിയിട്ട് മെനക്കെടുന്നു എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ +2 പരീക്ഷ കഴിഞ്ഞു. അവന് ഫസ്റ്റ് ക്ലാസ്, എനിക്ക് സെക്കൻഡ് ക്ലാസ് കഷ്ടിച്ചല്ല, അതിൽ കൂടുതൽ മാർക്കുണ്ട്. കുറച്ച് മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് എത്തിയേനെ. അപ്പം ഞാനത് ഭയങ്കരമായിട്ടും വിഷമിക്കുന്ന കാരണം അന്നത്തെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിലുള്ള മാർക്ക് ലിസ്റ്റ് ഒന്നും അല്ലല്ലോ വരുന്നത്. അത് ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ച് എങ്ങനെ മാർക്ക് കുറയ്ക്കാമെന്നുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര. അപ്പോൾ അന്ന് ഞാനും എൻ്റെ അനിയനും കൂടി എൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത ആ സന്തോഷം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛന് ഒരുപാട് സന്തോഷമായിരുന്നത്, അമ്മയ്ക്കും. അപ്പം എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ടാണ്. ഒരാൾ 10ൽ ഫസ്റ്റ് ക്ലാസ്, ഒരാൾ +2 സെക്കൻഡ് ക്ലാസ്. എന്നാലും നമുക്ക് സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ മാർക്കുണ്ട്. ഇച്ചിരി വ്യത്യാസത്തിലാണ് ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കില്ല, നമ്മളെ എന്തായാലും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണല്ലോ. ഇപ്പോൾ അമ്മയാണെങ്കിലും വെളുപ്പിനെ എണ്ണീറ്റ് ഞങ്ങൾക്ക് ഒരു 6:30 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തന്ന് രാവിലത്തതും ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും, കുറിക്കാനെന്നൊക്കെ പറയത്തില്ല, അതുപോലെ വീട്ടിൽ അമ്മ തനിയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഇപ്പോൾ ഓർക്കും ഭയങ്കരമായിട്ട് ഫീലിങ്സാണ്. ഉണ്ടാക്കി എല്ലാം പ്രത്യേകമാക്കി തന്നു വിടും. അപ്പോൾ അന്ന് പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒറ്റക്കറിയിൽ. എനിക്ക് ഒരുപാട് കറിയൊന്നും ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു കോംപ്രമൈസാക്കി ഒറ്റക്കറി മതി. അമ്മ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, വെളുപ്പിനെ എണീച്ച്. അന്നത്തെയൊക്കെ സാഹചര്യമല്ലേ. അങ്ങനെ എല്ലാം ഒരുക്കി തന്ന. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെക്കൊണ്ട് കഴിയുന്ന മാർക്ക് വാങ്ങിക്കുക. തോറ്റില്ലല്ലോ എന്തായാലും.
തോൽവി എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ജീവിതത്തിലുള്ള തോൽവിയല്ലല്ലോ, എങ്കിലും അവർക്ക് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിത്തന്നു. നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എന്തോരം ചിലവാണ്. അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. അപ്പം അവരത്രയും കാര്യമായിട്ട് ഇതിപ്പം നമുക്ക് തിരിച്ചത് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു എന്നെ സംബന്ധിച്ച്. അതിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും റിസൾട്ട് ഒരു ദിവസം വന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്കും തോന്നാറില്ലേ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ? ഓക്കെ.